YouTube, this is Abhi here from Abhi Vlogs. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബൈക്കിൻ്റെ റിയർ ടയർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ടയർ കേസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ടയർ ഞാൻ ഓൾറെഡി വാങ്ങിയിരുന്നു. ടയർ വാങ്ങിയത് ബാംഗ്ലൂർ ബേസ്ഡ് ഒരു ഡീലർ ആയിരുന്നാണ്, ടോർക്ക് ബ്ലോക്ക് എന്ന് പറയുന്ന ഡീലർ ആയിരുന്നാണ്. ഇപ്പോൾ നമ്മൾ ഇറക്കിയ ഇതാണ് നമ്മുടെ സാധനം. ഇന്നത്തെ മെറ്റ്സ്ലർ റോടെക് 180/55/70 സൈസുള്ള റോടെക് 1 ടയറാണ് നമ്മൾ വാങ്ങിയത്. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അവർ സർവീസസ് കാര്യങ്ങളെല്ലാം പക്കയായിരുന്നു. പേയ്മെൻറ്റ് റെഡി പേയ്മെൻറ്റായിരുന്നു ചെയ്തത്. ഓൺ ദ സ്പോട്ടിൽ വിത്തിൻ 7 ഡേയ്സിൽ തന്നെ ഡെലിവറി ആയിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ബൈക്ക് നമ്മുടെ പിറ്റ് ഷോപ്പിലേക്ക് കയറ്റുകയാണ്. ഓൾറെഡി നമ്മുടെ ബൈക്കിൽ കിടന്നിരുന്നത് ഡൺലോപ്പിൻ്റെ സ്പോർട്ട്മാക്സ് എന്ന് പറയുന്ന ഒരു സീരീസിലുള്ള ഒരു ടയറായിരുന്നു കിടന്നിരുന്നത്. നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും അത് ഓൾറെഡി സൈഡ് നമുക്ക് ഉണ്ടെങ്കിലും നടുഭാഗത്ത് എല്ലാം ശരിക്കും തീർന്നിരുന്നു. ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ സെൻറ്റർ പോർഷൻ എത്രമാത്രം തേഞ്ഞു തീർന്നു എന്ന്. പിന്നെ പറയുകയാണെങ്കിൽ കോവിഡിൻ്റെ പ്രശ്നവും കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ടയറിൻ്റെ ഇമ്പോർട്ടിങ് നമുക്ക് ഇന്ത്യയിലേക്ക് വളരെ റെയറായിരുന്നു, കുറവായിരുന്നു വന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ടയർ കിട്ടാനായിട്ട് കുറേ ബുദ്ധിമുട്ടി. ഏറ്റവും അവസാനമാണ് നമ്മുടെ ടോർക്ക് ബ്ലോക്ക് എന്ന് പറയുന്ന ടീമിൻ്റെ അടുത്ത് വന്ന് എത്തിപ്പെട്ടത്. അപ്പോൾ ഇവരുടെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരും. അതുമാത്രമല്ല ബാക്കി ഫോട്ടോസ്, ബാക്കി ഇവരുടെ ആഫ്റ്റർ സെയിൽ സർവീസസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ടയർ ഗൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ടയർ ഗൈസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റ്സ്ലർ, പിറലി, ഈ 2 ബ്രാൻഡ്സാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. മെറ്റ്സ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിറലിയുടെ തന്നെ സിസ്റ്റർ കമ്പനിയാണ് മെറ്റ്സ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ തന്നെ ഒത്തിരി ബ്രാൻഡ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ടയറിൻ്റെ അൺഅവൈലബിലിറ്റി മൂലം കുറച്ച് സ്കേഴ്സാണ്, എന്നാലും അവർ നമുക്ക് മാനേജ് ചെയ്ത് തരും. അത് ടയർ ഗൈസിലെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ ടൈം കൺസ്യൂമിംഗ് ഒന്നുമല്ല. വിതിൻ ഹാഫ് ആൻ അവർ തന്നെ അവർ നമുക്ക് എല്ലാ പരിപാടിയും തിരിച്ച് സെറ്റ് ആക്കി തന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് വണ്ടിയുടെ ബ്രേക്ക് ഷൂ ആണ്. ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ഷൂ ചെക്ക് ചെയ്ത് നോക്കി വലിയ കാര്യമായിട്ട് തേയ്മാനം കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല ഡീസൻറ്റ് രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ബ്രേക്കിംഗ് ശരിക്കും പറഞ്ഞാൽ 2 ടൈപ്പാണുള്ളത്. ഒന്ന് നമ്മുടെ നോർമൽ ബ്രേക്കിംഗ്, പിന്നെ ഗിയർ ബ്രേക്കിംഗ്. ഗിയർ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ഇപ്പോൾ 6th പെട്ടെന്ന് തന്നെ 5th, 4th, 3rd അങ്ങനെ ഇട്ടിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാം. പിന്നെ ഇപ്പോൾ കാണുന്നതാണ് വണ്ടിയുടെ ബ്രേക്ക് പാഡ്സും അതുപോലെ തന്നെ അധികം തേയ്മാനം സംഭവിച്ചിട്ടില്ല. ഈ വണ്ടിയിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ടാണ് ഈ വീൽ എന്ന് പറഞ്ഞാണ്. ഇതിൻ്റെ കളറും ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു കളർ പാറ്റേൺ ആണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായത്. പിന്നെ ഇതാണ് നമ്മുടെ മെറ്റ്സ്ലറിൻ്റെ റോടെക് 1. ഈ ടയറിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19,500 രൂപയാണ് നമുക്ക് ആയത്, 19,500 rupees. ഇതിൻ്റെ റെഡി പേയ്മെൻ്റ് ആണ് ചെയ്തത്. അപ്പോൾ അതുമാത്രമല്ല നമുക്ക് EMI ഓപ്ഷനും ഉണ്ട് അവരുടെ അടുത്ത്. പഴയ ടയർ ഡൺലോപ്പിൻ്റെ സ്പോർട്ട്മാക്സ് എന്ന് പറഞ്ഞ സീരീസിലുള്ള പഴയ ടയർ എനിക്ക് എത്ര കിലോമീറ്ററാണ് ഓടിക്കാൻ വേണ്ടി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 8,000 കിലോമീറ്ററാണ് എനിക്ക് ഓടിക്കാൻ കിട്ടിയത്. 8,000 കിലോമീറ്റേഴ്സ്. ഈ 8,000 കിലോമീറ്റേഴ്സ് മാത്രമാണ് കിട്ടുള്ളൂ എന്നുള്ള ചോദ്യത്തിനൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, 8,000 കിലോമീറ്റേഴ്സ് അല്ല, ഒരു 1,000 കൂടിയും കിട്ടും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ടു റിസ്ക്കിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയറിൻ്റെ ഗ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 210 kg ഓഫ് വെയിറ്റ് ആണ് നമ്മുടെ ഈ ടയറിലേക്ക് വരുന്നത് വണ്ടിയുടെ. അപ്പോൾ ഇത്രയും വെയിറ്റ് താങ്ങുന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ടയർ നല്ലൊരു ഗ്രിപ്പ് വേണം. നല്ലൊരു ഗ്രിപ്പില്ലെങ്കിൽ വണ്ടി ചിലപ്പോൾ സ്കിഡാവും. അത് മാത്രമല്ല ഒരു ഗ്രിപ്പില്ലാത്ത ഒരു ടാറിട്ട റോഡിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഇച്ചിരി മടിയായിട്ടുള്ള പ്ലേസസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ടയർ സ്കിഡായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ജസ്റ്റ് ഈ ടയർ മാത്രം മാറ്റിയാൽ പോരാ, നമുക്ക് അതിൻ്റെ വീൽ അലൈൻമെൻറ്റ് കൂടി ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയാണ് ഈ ഡിവൈസ് ഉപയോഗിക്കുന്നത്. അതായത് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ഭാഗങ്ങളിലും കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ വേറെ എററൊന്നുമില്ല, 100% ആക്യുറസി ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് വെയിറ്റ് കറക്റ്റായിട്ടിട്ട് വീല് നമ്മളതിൽ നിന്ന് ഊരിയെടുത്ത് ബൈക്കിൽ ഫിറ്റ് ചെയ്യും. ഇതാണ് അതിൻ്റെ പ്രോപ്പർ രീതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കാണുന്ന ചെറിയ കട്ടയുണ്ടല്ലോ, അതാണ് അതിൻ്റെ വെയിറ്റിന് വേണ്ടിയിട്ട് അഡീഷണൽ ആഡ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻസോ കൊറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലിടാം. ഓഫ് കോഴ്സ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. എൻ്റെ മെയിൽ ID യും താഴെയുണ്ട്. സോ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. Stay tuned. This is Abhi signing off from Abhi Vlogs.